2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ നിയമം. തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയുടെ 37 മുതൽ 39 വരെയും 48 മുതൽ 58 വരെയും 61 മുതൽ 68 വരെയും വാർഡുകൾ അടങ്ങിയ നിയമസഭാ മണ്ഡലം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് നിയമത്തിനുള്ളത്. 2021 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ വി ശിവൻകുട്ടിയാണ് നേമം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി BJP ജയിച്ചു കയറിയ മണ്ഡലം കൂടിയാണ് നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, തങ്ങൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. കുറേ കാലങ്ങളായിട്ട് നേമം മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 2021 മുതൽ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ കൃത്യമായ കണക്കുകൾ താൻ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രോഗ്രസ് കാർഡ് വിശദീകരിച്ചത്. നേമം മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്നുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നേമത്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതിൽ വിദ്യാഭ്യാസ മേഖലയുണ്ട്. വിദ്യാഭ്യാസ മേഖല മുതൽ അടിസ്ഥാന സൗകര്യ വികസനം വരെ നീളുന്ന ബൃഹത്തായ പദ്ധതികൾ അത് പൂർത്തിയാക്കിയെന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. വിദ്യാഭ്യാസം നോക്കുകയാണ്. മണ്ഡലത്തിൽ 22 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് 97 കോടി രൂപ അനുവദിച്ചു. ചാലയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ITA കെട്ടിടവും പുത്തൻ തലമുറ കോഴ്സുകളും ആരംഭിക്കാൻ 18 കോടി രൂപ ചിലവഴിച്ചു. കമലേശ്വരം സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രവും യാഥാർത്ഥ്യമാക്കി. വാഴമുട്ടം സ്കൂൾ മികവിന്റെ കേന്ദ്രമാക്കി. ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ നേമം താലൂക്ക് ആശുപത്രി എടുക്കാം. അവിടെ വികസനത്തിനായി ചിലവഴിച്ചത് 30 കോടി രൂപയാണ്. ഐരാണിമുട്ടം ഹോമിയോ കോളേജ് ഈ മണ്ഡലത്തിലാണ്. അതിന്റെ വികസനത്തിന് 14 കോടി രൂപ അനുവദിച്ചു. പൂജപ്പുര പഞ്ചകർമ്മ ആയുർവേദ ആശുപത്രി, ഹോസ്റ്റൽ മന്ദിരം ഇവയ്ക്കായി ഏകദേശം 13 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. റോഡുകളും പാലങ്ങളും മണ്ഡലത്തിലെ 104 റോഡുകൾക്കായി 290 കോടി രൂപയാണ് നീക്കിവെച്ചത് എന്നും അദ്ദേഹം പറയുന്നു. അതിൽ 20 വർഷമായി മുടങ്ങിക്കിടക്കുന്ന തിരുമല തൃക്കണ്ണാപുരം റോഡ് വികസനം 26 കോടി ഉൾപ്പെടുന്നു എന്നും വിശദമാക്കി. കല്ലാട്ടുമുക്കിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 7 കോടി 87 ലക്ഷം രൂപ മുടക്കി പുതിയ പദ്ധതി നടപ്പിലാക്കി. അട്ടക്കുളങ്ങര തിരുവല്ലം റോഡിന്റെ നവീകരണത്തിന് 4 കോടി രൂപ ചെലവഴിച്ചു. പിന്നെ പാലങ്ങൾക്കായി 68 കോടി 94 ലക്ഷം രൂപ. ഇങ്ങനെ നേമം മണ്ഡലത്തിൽ ചിലവഴിച്ച കാര്യങ്ങൾ, നേമം മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സത്യനഗറിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന ഒരു സംവിധാനത്തിലൂടെ എന്തൊക്കെയാണ് നേമത്ത് ചെയ്തത് എന്ന് അദ്ദേഹം ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നതിനോടൊപ്പം തന്നെ BJP നേതൃത്വത്തോട് ഒരു കാര്യം ചോദിക്കുകയും ചെയ്തു. അതായത് 16 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ആദ്യമായി BJPക്ക് അവിടെ നേമത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. അവിടെ ഒരു BJP പ്രതിനിധി ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ മണ്ഡലത്തെ, ആ നിയമസഭയെ പ്രതിനിധീകരിച്ച ആ 5 വർഷം കൊണ്ട് എന്ത് വികസനം നേമത്തുണ്ടായി എന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നേമത്ത് ഇപ്പോൾ ശക്തമായ ഒരു മത്സരം നിലനിൽക്കുന്നത് BJPക്കും ഇടതുപക്ഷത്തിനും LDFനും ഇടയ്ക്ക് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റിനും BJPക്കും ഇടയിൽ മാത്രമാണ് ഇപ്പോൾ അങ്ങനെ ഒരു മത്സരം നിലനിൽക്കുന്നത്. ശിവൻകുട്ടിയാണ് അവിടെ നിൽക്കുന്നത്. മറുപക്ഷത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് നിൽക്കുന്നത്. ഇവർക്കിടയിൽ വളരെ ശക്തമായ ഒരു മത്സരമുണ്ടാകും. ജനങ്ങൾ നിശ്ചയിക്കണം. BJPക്ക് ആദ്യത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആ 5 വർഷം BJP അവിടെ എന്തൊക്കെ ചെയ്തു, അത് കഴിഞ്ഞ് ശിവൻകുട്ടി വന്നതിന് ശേഷം അവിടെ എന്തൊക്കെ ചെയ്തു, അത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇവർ തമ്മിൽ ഉത്തരം പറയുന്നു ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി ശിവൻകുട്ടിയുടെ ഈ വാദങ്ങൾക്ക്, ഈ ചോദ്യങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരനോ BJP പ്രതിനിധികളോ ആരെങ്കിലും ഉത്തരം പറയുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു തുറുപ്പുചീട്ട് തന്നെയാണ് വി ശിവൻകുട്ടി തൻ്റെ പ്രോഗ്രസ് കാർഡ് അവതരണം, പ്രഖ്യാപനങ്ങളല്ല വികസന നേട്ടങ്ങൾ എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത കാര്യങ്ങളിലൂടെ ജനങ്ങൾക്ക് മുമ്പിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ നല്ലൊരു തീരുമാനമെടുക്കാൻ ഇവിടെ എന്തൊക്കെ വികസനം വന്നു എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. കേരളത്തിൽ ആദ്യത്തെ BJP പ്രതിനിധിയെ നിയമസഭയിൽ എത്തിച്ച നിയോജക മണ്ഡലമാണ് നേമം. കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരെയും ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചാണ് 2016 CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ BJP MLA കേരള നിയമസഭയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി കാലെടുത്തു കുത്തിയത്. 1987 നേമം നിയോജക മണ്ഡലം നിലവിൽ വന്നത്. PSP സ്ഥാനാർത്ഥിയായ P വിശ്വംഭരനെ 1739 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി CPI സ്ഥാനാർത്ഥിയായ M സദാശിവനാണ് നേമം മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള നിയമസഭ
നിയമസഭാ ജനപ്രതിനിധി. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ കരുണാകരൻ നേമം മണ്ഡലത്തോടൊപ്പം മാളയിലും മത്സരിച്ചു. രണ്ടിടത്തും വിജയിച്ചു. മാള മണ്ഡലം നിലനിർത്തിയ കരുണാകരൻ നേമത്ത് രാജിവെച്ചു. തുടർന്ന് 1983 മാർച്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM-ലെ VJ തങ്കപ്പൻ 4289 വോട്ടുകൾക്ക് കോൺഗ്രസിലെ E രമേശൻ നായരെ പരാജയപ്പെടുത്തി. പിന്നീട് നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തുടർച്ചയായി കോൺഗ്രസ് പരാജയപ്പെട്ടു. 2001 കോൺഗ്രസിലെ N ശക്തൻ 9357 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ CPM-ലെ വെങ്ങാനൂർ P ഭാസ്കരനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരികെ പിടിച്ച ഒരു ചരിത്രമുണ്ട്. മണ്ഡലം പുനർനിർണയത്തിന് ശേഷം 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ 43,661 വോട്ടുകൾ നേടിയാണ് BJP ശക്തി തെളിയിച്ചത്. അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ BJP കേവലം 6,415 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. 2008 മണ്ഡലം പുനർനിർണയത്തിൽ BJPയുടെ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരം ഈസ്റ്റ് നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗം നേമത്ത് ലയിപ്പിച്ചതോടെയാണ് BJP അവിടെ ശക്തി ആർജിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ UDF-ലെ ജനതാദൾ സ്ഥാനാർത്ഥി ചാരുപാറ രവിയെ 3-ാം സ്ഥാനത്താക്കി. BJP-യിലെ O രാജഗോപാൽ 2-ാം സ്ഥാനത്തെത്തി. അതിനുശേഷം UDF 3-ാം സ്ഥാനത്ത് നിന്ന് കരകയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു BJP-യും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യക്തമായ ഒരു മത്സരം തന്നെയാണ് നേമത്ത് നടക്കാൻ പോകുന്നത്. കോൺഗ്രസിന് അതുകൊണ്ട് അവിടേക്കൊരു നോട്ടമില്ല എന്ന് തന്നെ പറയാം. എന്നാലും കോൺഗ്രസിലും വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെ വരിക എന്നാണ് അറിയുന്നത്. എന്തായാലും നേമം ഇന്ന് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമായി മാറുകയാണ്. നേമത്ത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ അത് അവിടെ രണ്ട് ശക്തികളെക്കുറിച്ച്, ഇടതുപക്ഷത്തെയും അതുപോലെ BJP-യെയും ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു മറുപടിയുമാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.